ഇബ്നു സലാമിന് ലൈലയോട് യഥാർത്ഥത്തിൽ കടുത്ത പ്രണയമായിരുന്നു. അതുകൊണ്ട് അവളുടെ ഇച്ഛയ്ക്ക് അവൻ വഴങ്ങിക്കൊടുത്തു. അവൻ സ്വയം പറഞ്ഞു, അവൾ എന്നെ പ്രണയിക്കുന്നില്ലെങ്കിൽ പോലും തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ അനുവദിച്ചെങ്കിലോ? സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, സദാസമയവും അവളെ ദർശിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താമല്ലോ. അല്ലെങ്കിൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും. അവൻ ശാന്തമായി അവളോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും നിന്നെ കാണാൻ അനുവദിച്ചാൽ എനിക്കത് മതിയാകും. നിന്റെ ഒരു ദർശനം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അതിനപ്പുറം ചോദിച്ചാൽ ഞാനൊരു മോഷ്ടാവായി തീരും. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. കാലം കടന്നു പോയിട്ടും അത് മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. ഇബ്നു സലാം ഓരോ നിമിഷവും ലൈലയെ നോക്കി ജീവിച്ചു. പക്ഷേ ലൈലയുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും മജ്നുവിൻ്റെ ദിശയിൽ മാത്രമായിരുന്നു. എങ്കിലും അവളുടെ സാന്നിധ്യം കാണുന്നത് തന്നെ അവൻ്റെ ആശ്വാസമായി. ലൈല ഒരിക്കലും തന്നെ സ്നേഹിക്കില്ലെന്നറിഞ്ഞിട്ടും ഒരു ദിവസമെങ്കിലും അവൾ തൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കും എന്ന പ്രതീക്ഷയിൽ ഇബ്നു സലാം തൻ്റെ മുഴുവൻ ജീവിതവും കാത്തുനിന്നു. അവൾക്കായി ജീവിച്ചു. അവളെ നോക്കിക്കൊണ്ടേ മരിച്ചുപോയി. ആ കാത്തിരിപ്പ് പ്രണയത്തിൻ്റെ ഏകപക്ഷീയമായ വേദനയുടെയും ഹൃദയത്തിലെ മധുരവേദനയുടെയും അറിയപ്പെടാത്ത പ്രതീകമായി മാറി. മജ്നൂൻ പോലെ ഉന്മാദം നിറഞ്ഞ പ്രണയമല്ലെങ്കിലും ഇബ്നു സലാമിൻ്റെ മൗനവേദനയും അത്രയേറെ ആഴമുള്ളതാണ്. അതെ, അതാണ് ലൈലയും മജ്നൂനും എന്ന അനശ്വര പ്രണയകഥയിലെ ഏറ്റവും വേദനാജനകമായ ഭാഗം. മജ്നൂനെ പ്രണയം തീപ്പൊരി പോലെ കത്തിയപ്പോൾ ഇബ്നു സലാമിൻ്റെ പ്രണയം നിശബ്ദമായ ഒരു ദഹനമായിരുന്നു. വാക്കുകളില്ല, ആവേശമില്ല, പക്ഷേ മനസ്സിൻ്റെ നിശബ്ദ വിളി മാത്രം. സ്വന്തമാക്കിയിട്ടും സ്വന്തമാക്കാനാകാത്ത ഒരാളുടെ വേദന. അതാണ് പ്രണയത്തിൻ്റെ ഏറ്റവും ദാരുണമായ രൂപം.